എന്തൊരു ദുഃഖകരമായ സ്ഥിതിവിശേഷം! ആളുകൾ തങ്ങളുടെ ബുദ്ധിഹീനമായ പ്രതീക്ഷകളിലൂടെ നാശത്തെ പുൽകുന്നു. അവർ സംസാരിക്കുന്നുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. അവർക്കറിവുണ്ട്, പക്ഷേ സഹനശീലമില്ല. അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ദൃഢതയില്ല. എന്തുകൊണ്ടാണ് നമുക്ക് മനുഷ്യരെ കാണാൻ കഴിയുമ്പോഴും തെളിഞ്ഞ മനസ്സുകളെ കാണാൻ കഴിയാത്തത്? ധാരാളം ബഹളങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നാൽ ഹൃദയത്തോട് ചേർന്നു നിൽക്കുന്ന ഒരു ആത്മാവിനെ പോലും കാണാനില്ല. പിരിഞ്ഞു പോവാൻ വേണ്ടി മാത്രം ഒത്തുചേരുന്ന ആളുകൾ. അവർ സത്യത്തെ അംഗീകരിക്കുന്നു, എന്നിട്ട് തങ്ങളുടെ സുഖകരമായ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി ശരിയും തെറ്റും കൂട്ടിക്കുഴയ്ക്കുന്നു. ലൗകികമായ ആനന്ദമാണോ നിങ്ങളുടെ മതം? പരലോകത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും. പക്ഷേ ഇല്ല, നിങ്ങൾക്ക് ആ വിശ്വാസമില്ല എന്ന് ഞാൻ ആണയിട്ട് പറയാം. ദൃഢചിത്തനായ മനുഷ്യനായി തീരുക എന്നതാണ് വിശ്വാസിക്ക് ഭൂഷണം. അവൻ്റെ അറിവ് സംയമനത്തെ കാംക്ഷിക്കുന്നു, കാരണം മിതത്വം ജ്ഞാനികൾക്ക് അലങ്കാരമാണ്. വിശ്വാസി ജ്ഞാനിയായിരിക്കെ തന്നെ ഹൃദയ നൈർമല്യമുള്ളവനായിരിക്കും. നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചവനും അച്ചടക്കമുള്ളവനും ആയിരിക്കും. സമ്പന്നനായിരുന്നാലും അവൻ ദുർവ്യയം ചെയ്യില്ല. അവൻ ദാനം ചെയ്യുകയും പതിതരായ മനുഷ്യരോട് അനുകമ്പ പുലർത്തുകയും ചെയ്യും. ബന്ധുക്കളെ ഹൃദയവിശാലതയോടെ കൈയയച്ചു സഹായിക്കും. മറ്റുള്ളവരോട് സദാ നീതി പുലർത്താൻ അശ്രാന്തമായി അക്ഷീണം പരിശ്രമിക്കും. നിയമാനുസൃതമല്ലാത്ത വിധം തനിക്ക് വേണ്ടപ്പെട്ടവരെ പ്രീതിപ്പെടുത്താനോ തനിക്ക് ഇഷ്ടമില്ലാത്തവരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ മാത്രം തിരഞ്ഞുപിടിക്കാനോ അയാൾ ഒരിക്കലും ശ്രമിക്കില്ല. ആക്ഷേപങ്ങളോടും കുത്തുവാക്കുകളോടും പരദൂഷണത്തോടും ഒരു മുസ്ലിം ഉദാസീനനായിരിക്കും. തനിക്ക് അവകാശപ്പെട്ടതല്ലാത്ത ഒന്നിനു പിറകെ അയാൾ ഓടുകയില്ല. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത് അവർക്ക് നിഷേധിക്കുകയുമില്ല. ക്ഷമാപണം തേടുന്നതിൽ അവൻ ഒരിക്കലും മൂല്യം കുറയ്ക്കുന്നില്ല. മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന അനർത്ഥങ്ങളിൽ അവൻ ഒരിക്കലും ആനന്ദിക്കുന്നില്ല. ഒരു വിശ്വാസി എളിമയുള്ളവനും തൻ്റെ പ്രാർത്ഥനകളിൽ ശ്രദ്ധാലുവുമായിരിക്കും. രോഗശമനം പോലെയായിരിക്കും അവൻ്റെ വാക്കുകൾ. ദൈവഭയത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാവും അവൻ്റെ ക്ഷമ. മൗനത്തെ അവൻ മനനത്തിന് ഉപാധിയാക്കും. അവൻ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കും. അറിവ് നേടാൻ ജ്ഞാനികളുടെ സഹവാസം തേടും. അവർക്കിടയിൽ മൗനം അവലംബിക്കും. സംസാരിച്ചാൽ സംസാരിക്കുന്നത് പ്രയോജനകരമായ കാര്യങ്ങൾ മാത്രമായിരിക്കും. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവൻ സന്തോഷിക്കുകയും തെറ്റുകൾ ചെയ്തു പോയാൽ അതിൽ പശ്ചാത്തപിക്കുകയും ചെയ്യും. വിഡ്ഢിത്തം പ്രവർത്തിക്കുന്നവരോട്, മോശമായ പെരുമാറ്റങ്ങളോട് അവർ സംയമനം പുലർത്തും. താൻ അന്യായമായ അവസ്ഥയ്ക്ക് വിധേയനാക്കപ്പെടുമ്പോഴും അവൻ നീതി കൈയൊഴിയുകയില്ല. അല്ലാഹു അല്ലാതെ ആരിൽ നിന്നും അവൻ രക്ഷ തേടുകയില്ല. തനിക്ക് ലഭിച്ചതിൽ തൃപ്തനായിരിക്കുന്നവനാണ് വിശ്വാസി. അത് ഐശ്വര്യമാണ് എങ്കിൽ അവൻ നന്ദിയുള്ളവനാണ്. വിഷമാവസ്ഥയാണ് എങ്കിൽ അവൻ ക്ഷമയുള്ളവനാണ്. ആൾക്കൂട്ടത്തിൽ അന്തസ്സുള്ളവനും തനിയെ ഇരിക്കുമ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നവനുമായിരിക്കും അവൻ.